നവരാത്രി കാലത്ത് മാള പോലീസ് സ്റ്റേഷനിലെ PRO രാജീവ് നമ്പീശൻ ഡ്യൂട്ടി കഴിഞ്ഞ മേൽമുണ്ട് ധരിച്ച് ക്ഷേത്രവേദികളിലേക്ക് എത്തുന്നത് പാട്ടുപാടിയാണ്. നാട്ടിൽ അറിയപ്പെടുന്ന കലാകാരനായ രാജീവ് നമ്പീശന് നവരാത്രി നാളുകളിൽ പ്രധാനം സോപാന സംഗീതമാണ്. പാട്ടുകാരൻ മാത്രമല്ല, പാട്ടെഴുത്തിലും വിവിധ വാദ്യങ്ങളിലും രാജീവ് പരിശീലനം നേടിയിട്ടുണ്ട്. ഘടം, ഗഞ്ചിറ, മുഗർശംഖ് എന്നിവയും കൈകാര്യം ചെയ്യും. കുഴൂർ വിജയന്മാരാരുടെ കീഴിൽ ഇടയ്ക്ക് പരിശീലിച്ച് പഞ്ചവാദ്യത്തിലും അരങ്ങേറ്റം നടത്തി. കൂടാതെ മകനൊപ്പം ചെണ്ടവാദ്യം പരിശീലിച്ച് പഞ്ചാരിയിൽ ഒരുമിച്ചരങ്ങേറ്റം കുറിച്ചു. തുടർന്നാണ് കാവിൽ ഉണ്ണികൃഷ്ണവാര്യരുടെ ശിഷ്യനായി 4 വർഷം മുൻപ് സോപാന സംഗീതത്തിൽ ചുവടുറപ്പിച്ചത്. ഇതിനകം 100-ലധികം വേദികളിൽ സോപാന സംഗീതം അവതരിപ്പിച്ചു. നവരാത്രി കാലത്ത് സംഗീതാർച്ചന ഒരു സേവയായാണ് ചെയ്യുന്നത്. വിവിധ ജില്ലകളിലായി 12 വേദികളിൽ ക്ഷണം ലഭിച്ചു. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി പോലീസ് വിളക്കിന് സ്ഥിരമായി സോപാന സംഗീതം അവതരിപ്പിക്കുന്നത് രാജീവ് നമ്പീശനാണ്. സോപാന സംഗീതത്തിൽ 10 രചനകളും നിർവഹിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രം പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോഴാണ് ഗുരുവായൂർ ജ്യോതിദാസിന്റെ ശിഷ്യനായി അഷ്ടപതി പഠനം ആരംഭിച്ചത്. പൂപ്പത്തി മടത്തിക്കാവ് ഭഗവതിയെക്കുറിച്ച് രാജീവ് എഴുതിയ പാട്ട് സോപാന സംഗീതത്തിലൂടെ കഴിഞ്ഞ ദിവസമാണ് ആദ്യമായി അവതരിപ്പിച്ചത്. ലഹരിക്കെതിരെ വിദ്യാലയങ്ങളിലും പൊതുസദസ്സുകളിലും ബോധവൽക്കരണ ക്ലാസ് എടുക്കുമ്പോൾ പാട്ടിലൂടെ കേൾവിക്കാരെ പാട്ടിലാക്കുന്ന മാള സ്റ്റേഷനിലെ AAC-യായ രാജീവ് നമ്പീശൻ കോവിഡ് കാലഘട്ടത്തിൽ എഴുതിയ ബോധവൽക്കരണ ഗാനം പോലീസിന്റെ സംസ്ഥാന പേജിലൂടെ ലക്ഷക്കണക്കിന് പേരാണ് കണ്ടത്. 23 വർഷമായി പോലീസ് സേനയിൽ ജോലി ചെയ്യുന്ന പൂപ്പത്തി സ്വദേശിയായ രാജീവ് പാരമ്പര്യ ക്ഷേത്രകഴക കുടുംബത്തിലെ അംഗമാണ്. TCV മാള.